ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രൈസ്തവ ചരിത്രത്തിൽ ചില മുറിവുകൾ ഒരിക്കലും ഉണങ്ങുന്നില്ല, ചില നഷ്ടങ്ങൾ ഒരിക്കലും മറക്കാനാകുന്നില്ല. അത്തരത്തിലൊരു മുറിവിന്റെ പേരാണ് തുർക്കിയിലെ ഹാഗിയ സോഫിയ. ക്രൈസ്തവ ലോകത്തിന്റെ അഭിമാന സ്തംഭം, നൂറ്റാണ്ടുകളോളം ക്രൈസ്തവ വിശ്വാസത്തിന്റെ വിളക്കുമാടമായിരുന്ന മഹാദേവാലയം, ഏകദേശം 1500 വർഷം പഴക്കമുള്ള ഈ മഹത്തായ നിർമ്മിതി ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയമായിരുന്നു. 1000 വർഷത്തോളം ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു. പിന്നീട് അധിനിവേശ ശക്തികൾ അതിനെ മോസ്കാക്കി മാറ്റി. പിന്നീട് അത് മ്യൂസിയമായി. തുർക്കിയിലെ എർദോഗൻ ഭരണകൂടം 2020 അതിനെ വീണ്ടും മോസ്കാക്കി മാറ്റി. എന്നാൽ ഇന്ന് ചരിത്രം നമ്മോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഹാഗിയ സോഫിയ നഷ്ടപ്പെട്ടതോ അതോ നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിയതോ? അധിനിവേശ ശക്തികളുടെ വാളുകൾ മാത്രമായിരുന്നോ ആ നഷ്ടത്തിന് കാരണം? അതോ ക്രൈസ്തവ ലോകത്തെ വിഭജിച്ച അനൈക്യത്തിന്റെ വിള്ളലുകളായിരുന്നോ ആ മഹാദുരന്തത്തിന്റെ യഥാർത്ഥ തുടക്കം? ഒന്നായിരിക്കേണ്ട സഭ വിഭജിക്കപ്പെട്ടപ്പോൾ, സഹോദരങ്ങൾ പരസ്പരം അകന്നപ്പോൾ, അധികാരവും അഹങ്കാരവും ഐക്യത്തെക്കാൾ വലുതായപ്പോൾ ആരാണ് വിജയിച്ചത്? ആരാണ് പരാജയപ്പെട്ടത്? ചരിത്രം പറയുന്നു, പുറത്തു നിന്നുള്ള ശത്രുക്കൾ മതിലുകൾ തകർക്കുന്നതിന് മുമ്പ് അകത്തുള്ള ഭിന്നതകൾ ഹൃദയങ്ങളെ തകർത്തിരുന്നു. ഹാഗിയ സോഫിയയുടെ കഥ ഒരു കെട്ടിടത്തിന്റെ കഥയല്ല, അത് ഐക്യം നഷ്ടപ്പെട്ട സഭയുടെ കണ്ണീരാണ്. അത് വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ജീവൻ നൽകിയ ലക്ഷക്കണക്കിന് ക്രൈസ്തവരുടെ ഓർമ്മയാണ്. അത് ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ്. ഐക്യം നഷ്ടപ്പെട്ടാൽ ഹാഗിയ സോഫിയയുടെ ചരിത്രം വീണ്ടും പല രൂപത്തിൽ, പല ഭാവത്തിൽ ആധുനിക സഭയിലും ആവർത്തിക്കപ്പെടാം. ഹാഗിയ സോഫിയ വെറും ഒരു ഭൂതകാലത്തിന്റെ കഥയല്ല. ഐക്യം നഷ്ടപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഇന്നത്തെ ലോകത്തിനും സഭയ്ക്കും മുന്നറിയിപ്പ് നൽകുന്ന ഒരു ചരിത്ര പാഠമാണ്. ഹാഗിയ സോഫിയ നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ അതിന്റെ പല അനുരണനങ്ങളും ഇന്ന് കേരള സഭയിൽ കാണാൻ സാധിക്കും എന്നതാണ് നമ്മെ ഞെട്ടിക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം. കണ്ണുനീരിന്റെയും അനൈക്യത്തിന്റെയും അധിനിവേശത്തിന്റെയും വിശ്വാസത്തിന്റെ വിലയായി നഷ്ടപ്പെട്ട ആ മഹത്വത്തിന്റെയും ചരിത്രം തേടി രക്തത്താലും കണ്ണീരാലും എഴുതപ്പെട്ട ആ ഇരുണ്ട അധ്യായങ്ങളിലേക്ക് തുർക്കിയുടെ മണ്ണിലൂടെ ഷെക്കീന ന്യൂസിന്റെ പ്രത്യേക അന്വേഷണ യാത്ര. സ്വാഗതം. ഹാഗിയ സോഫിയ നഷ്ടപ്പെട്ടതോ അതോ നഷ്ടപ്പെടുത്തിയതോ? ലോക ചരിത്രത്തിൽ ചില കെട്ടിടങ്ങൾ വെറും കെട്ടിടങ്ങളല്ല, അവ ഒരു നാഗരികതയുടെ ഹൃദയമിടിപ്പാണ്, ഒരു ജനതയുടെ വിശ്വാസ പ്രഖ്യാപനമാണ്. സാമ്രാജ്യങ്ങളുടെ ഉയർച്ചയും പതനവും നിശബ്ദമായി കണ്ടു നിൽക്കുന്ന സാക്ഷികളാണ്. അത്തരത്തിലൊരു മഹത്തായ ചരിത്ര സാക്ഷിയാണ് തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം. ഹാഗിയ സോഫിയ എന്നത് ഒരു വിശുദ്ധയുടെ പേരാണെന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വ്യക്തിയെ സൂചിപ്പിക്കുന്നതല്ല. ഗ്രീക്ക് ഭാഷയിൽ ഹാഗിയ എന്നാൽ വിശുദ്ധ അല്ലെങ്കിൽ പരിശുദ്ധമെന്നും സോഫിയ എന്നാൽ ജ്ഞാനമെന്നും അർത്ഥമാക്കുന്നുണ്ട്. അതായത് ഹാഗിയ സോഫിയയുടെ അർത്ഥം ദൈവിക ജ്ഞാനത്തിന്റെ ദേവാലയം അഥവാ ചർച്ച് ഓഫ് ഹോളി വിസ്ഡം എന്നാണ്. ഇന്നത്തെ തുർക്കിയിലെ ഇസ്താംബൂളിന്റെ ഹൃദയഭാഗത്താണ് ഹാഗിയ സോഫിയ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ നാം ഇന്ന് അറിയുന്ന ഈ പേരിലല്ല ഇസ്താംബൂൾ നഗരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. പുരാതന കാലത്ത് ഇസ്താംബൂൾ ബൈസന്റിയം എന്ന ഗ്രീക്ക് നഗരമായിരുന്നു. പിന്നീട് റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റന്റൈൻ
നഗരത്തെ തന്റെ പുതിയ തലസ്ഥാനമാക്കി മാറ്റുകയും കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ യൂറോപ്പിനെയും ഏഷ്യയും ബന്ധിപ്പിക്കുന്ന ഒരു ലോക നഗരമായി കോൺസ്റ്റാന്റിനോപ്പിൾ വളർന്നു. കിഴക്കൻ ക്രൈസ്തവഗതയുടെ മഹത്തായ അടയാളമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ആകാശരേഖയിൽ ഇന്നും ഉയർന്നു നിൽക്കുന്ന ഹാഗിയ സോഫിയയുടെ കഥ ആരംഭിക്കുന്നത് ഒരു കെട്ടിടത്തിൽ നിന്നല്ല, ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആരംഭ നാളുകളിൽ നിന്നാണ്. ക്രിസ്തുവിനെ ലോകത്തിന്റെ പ്രത്യാശയായി ഏറ്റെടുത്ത ഒരു സാമ്രാജ്യത്തിന്റെ സ്വപ്നത്തിൽ നിന്നാണ്. ക്രിസ്തുവർഷം 4-ാം നൂറ്റാണ്ട് റോമൻ സാമ്രാജ്യം അതിന്റെ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവിലൂടെ കടന്നു പോവുകയായിരുന്നു. നൂറ്റാണ്ടുകളോളം പീഡിപ്പിക്കപ്പെട്ടിരുന്ന ക്രൈസ്തവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു. കുരിശ് ഇനി മുതൽ മരണത്തിന്റെ അടയാളമല്ല, അത് വിജയത്തിന്റെ അടയാളമായി മാറി. 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി മാറിയതോടെയാണ് വലിയ ദേവാലയങ്ങൾ ലോകത്ത് നിർമ്മിക്കാൻ തുടങ്ങിയത്. അത്തരമൊരു കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ നഗരത്തിൽ ഒരു മഹത്തായ ദേവാലയം നിർമ്മിക്കപ്പെടുന്നത്. ക്രിസ്തുവർഷം 360 ചക്രവർത്തി കോൺസ്റ്റാൻഷ്യസ് രണ്ടാമൻ സമർപ്പിച്ച ആ ദേവാലയമാണ് ചരിത്രത്തിൽ ആദ്യത്തെ ഹാഗിയ സോഫിയായി അറിയപ്പെടുന്നത്. എന്നാൽ ആ ദേവാലയത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ കലാപങ്ങളും അധികാര പോരാട്ടങ്ങളും നഗരത്തെ വിഴുങ്ങിയപ്പോൾ ക്രിസ്തുവർഷം 404 ആ ദേവാലയം അഗ്നിക്കിരയായി. വിശ്വാസികളുടെ കണ്ണീരിനൊപ്പം ആദ്യ ഹാഗിയ സോഫിയയും ചാരമായി. പക്ഷേ ക്രിസ്തുവിന്റെ സഭ തകർച്ചകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ പഠിച്ചവരാണ്. അതിനാൽ അധികം വൈകാതെ പുതിയൊരു ദേവാലയം നഗരത്തിൽ ഉയർന്നു. ക്രിസ്തുവർഷം 415 ചക്രവർത്തി തിയോഡോഷ്യസ് രണ്ടാമൻ കൂടുതൽ വിശാലവും ഭംഗിയേറിയതുമായ രണ്ടാമത്തെ ഹാഗിയ സോഫിയ പണി കഴിപ്പിച്ചു. ക്രൈസ്തവ ലോകത്തിന്റെ പ്രതീക്ഷ വീണ്ടും ജ്വലിച്ചു. എന്നാൽ ചരിത്രം വീണ്ടും ക്രൂരമായി. AD 532 കോൺസ്റ്റാന്റിനോപ്പിളിനെ നടുക്കിയ നിക്ക കലാപം നഗരത്തെ തീക്കടലാക്കി മാറ്റി. ആ തീയിൽ രണ്ടാമത്തെ ഹാഗിയ സോഫിയയും തകർന്നു വീണു. 2 തവണ ദേവാലയം തകർന്നു. ഈ നാശത്തിന്റെ ചാരത്തിന്മേലാണ് ലോക ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ശില്പവിസ്മയങ്ങളിൽ ഒന്നായ 3-ാമത്തെ ഹാഗിയ സോഫിയ പണിതുയർത്തപ്പെട്ടത്. 2 തവണ വിശ്വാസികളുടെ സ്വപ്നങ്ങൾ ചാരമായി. എന്നാൽ ദൈവത്തിന് മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നു. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ദേവാലയം ജനിക്കാനിരിക്കുകയായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിന്റെ സിംഹാസനത്തിൽ അന്നിരുന്നത് ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമനായിരുന്നു. കലാപം അവസാനിച്ചതോടെ ജസ്റ്റീനിയൻ ഒരു അസാധാരണ തീരുമാനമെടുത്തു. ഒരു സാധാരണ ദേവാലയം പണിയാൻ ആയിരുന്നില്ല അദ്ദേഹം ആഗ്രഹിച്ചത്. ക്രിസ്തുവിന്റെ മഹത്വം ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു അത്ഭുതം സൃഷ്ടിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനായി അദ്ദേഹം 2 മഹാന്മാരായ ഗണിത ശാസ്ത്രജ്ഞരെയും വാസ്തുശില്പികളെയും തെരഞ്ഞെടുത്തു. ട്രാലസിലെ ആന്തേമിയോസും മിലേറ്റസിലെ ഇസിഡോറും. ഹാഗിയ സോഫിയയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 10,000-ലധികം ആളുകൾ പങ്കെടുത്തിരുന്നതായി ചരിത്രം പറയുന്നുണ്ട്. AD 532 ദേവാലയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. സാമ്രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച മാർബിളുകളും കല്ലുകളും നിർമ്മാണ സാമഗ്രികളും കൊണ്ടുവന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് തൊഴിലാളികൾ, ശില്പികൾ, എഞ്ചിനീയർമാർ കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് ഒഴുകിയെത്തി. ഗ്രീസിൽ നിന്ന് മാർബിളുകൾ, ഏഷ്യ മൈനറിൽ നിന്ന് അലങ്കാര കല്ലുകൾ, പുരാതന ക്ഷേത്രങ്ങളിൽ നിന്ന് സ്തംഭങ്ങൾ. ഒരു സാമ്രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ ആ ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായി ഒഴുകി. 5 വർഷം 10 മാസം. AD 532 ആരംഭിച്ച നിർമ്മാണം വെറും 5 വർഷത്തിനുള്ളിൽ പൂർത്തിയായി. അത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ മനുഷ്യബുദ്ധിയുടെ അത്ഭുതങ്ങളിൽ ഒന്ന് ഉയർന്നു. ആ കാലഘട്ടത്തെ പരിഗണിക്കുമ്പോൾ ഇത് അവിശ്വസനീയമായ നേട്ടമായിരുന്നു. AD 537 ഡിസംബർ 27 കോൺസ്റ്റാന്റിനോപ്പിൾ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദിനങ്ങളിലൊന്ന്. ആയിരക്കണക്കിന് വിശ്വാസികളും പുരോഹിതരും രാജകുടുംബങ്ങളും സന്നിഹിതരായപ്പോൾ ഹാഗിയ സോഫിയ സഭയ്ക്കായി സമർപ്പിക്കപ്പെട്ടു. ആ നിമിഷം ഒരു സാധാരണ ദേവാലയത്തിന്റെ ഉദ്ഘാടനമായിരുന്നില്ല, ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിജയാഘോഷമായിരുന്നു. ക്രൈസ്തവ ലോകത്തിന്റെ ഹൃദയസ്പന്ദനത്തിന്റെ നേർസാക്ഷ്യമായിരുന്നു.
നൂറ്റാണ്ടുകളോളം ലോകത്തെ വിസ്മയിപ്പിക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിന്റെ മഹാസ്മാരകത്തിന്റെ ജനനമായിരുന്നു. AD 537 ദേവാലയം സമർപ്പിക്കപ്പെട്ടപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പ്രസിദ്ധമായ വാചകം ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. സോളമനെ, ഞാൻ നിന്നെ മറികടന്നിരിക്കുന്നു. ആ വാക്കുകൾ തന്നെ ആ നിർമ്മിതിയുടെ മഹത്വം വ്യക്തമാക്കുന്നതാണ്. AD 537 ഡിസംബർ 27 പാത്രിയാർക്കീസ് മെനാസ് ഈ പ്രൗഢഗംഭീരമായ ദേവാലയം ലോകത്തിനും സഭയ്ക്കുമായി സമർപ്പിച്ചു. ഹാഗിയ സോഫിയയുടെ വാതിലുകൾ ആദ്യമായി വിശ്വാസികൾക്കായി തുറക്കപ്പെട്ട ആ നിമിഷം മുതൽ അതൊരു ദേവാലയം മാത്രമായിരുന്നില്ല, ക്രൈസ്തവ ലോകത്തിന്റെ ആത്മാവായി മാറി. അന്നത്തെ ലോകം ഇതുപോലൊരു കെട്ടിടം മുമ്പ് കണ്ടിരുന്നില്ല. ആകാശത്തെ സ്പർശിക്കുന്നത് പോലെ തോന്നിച്ച ഒരു മഹാഗോപുരം, സൂര്യപ്രകാശത്തിൽ സ്വർണ്ണ നിറത്തിൽ തിളങ്ങിയ മൊസൈക്കുകൾ. അകത്തേക്ക് കടന്നു വരുന്ന ഓരോ വിശ്വാസിക്കും അത് ഭൂമിയിലെ സ്വർഗത്തിന്റെ ഒരു ദർശനമായിരുന്നു. ആ കാലഘട്ടത്തിലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: ഹാഗിയ സോഫിയയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ താൻ ഭൂമിയിലാണോ സ്വർഗത്തിലാണോ എന്ന് തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുന്ന ഏതൊരു വിശ്വാസിക്കും തങ്ങൾ ഭൂമിയിലാണോ സ്വർഗത്തിലാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം അലങ്കാരങ്ങളാലും മനോഹരമായ ബൈസന്റീൻ മൊസൈക്കുകളാലും സമർത്ഥമായിരുന്നു ആ വിശുദ്ധ ഇടം. അത്രമാത്രം മഹത്വമായിരുന്നു ആ ദേവാലയത്തിന്. എന്നാൽ ഹാഗിയ സോഫിയയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ചുമരുകളിലോ ഗോപുരങ്ങളിലോ ആയിരുന്നില്ല, അതിന്റെ അൾത്താരയിലായിരുന്നു. അവിടെ അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനയിലായിരുന്നു. നൂറ്റാണ്ടുകളോളം ക്രിസ്തുവിന്റെ ശരീരവും രക്തവും ആയിരക്കണക്കിന് വിശ്വാസികൾ സ്വീകരിച്ച വിശുദ്ധ സ്ഥലമായിരുന്നു ഹാഗിയ സോഫിയ. ഈ ദേവാലയത്തിൽ അർപ്പിക്കപ്പെട്ടിരുന്ന ദിവ്യബലി കേവലം ഒരു പ്രാർത്ഥനാ ചടങ്ങായിരുന്നില്ല. ധൂപപ്പുകയുടെ സുഗന്ധവും സ്വർണ്ണ അൾത്താരയുടെ തിളക്കവും കാതുകളിൽ അലയടിക്കുന്ന മാലാഖമാരുടെ സംഗീതം പോലുള്ള ബൈസന്റൈൻ കീർത്തനങ്ങളും വിശ്വാസികളെ സ്വർഗീയ സിംഹാസനത്തിന് മുന്നിലേക്ക് നേരിട്ട് ആനയിക്കുന്ന അനുഭവം സൃഷ്ടിച്ചിരുന്നു. പൗരസ്ത്യ പാശ്ചാത്യ സഭകൾ ഒന്നായിരുന്ന കാലത്ത് റോമിലെ പാപ്പായുടെ പ്രതിനിധികളും കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസും ഒന്നിച്ച് അൾത്താരയ്ക്ക് മുന്നിൽ ബലിയർപ്പിച്ചിരുന്ന ആത്മീയ ചൈതന്യത്തിന്റെ കേന്ദ്രമായിരുന്നു ഈ വിസ്മയ ദേവാലയം. അവിടെ പാത്രിയാർക്കീസ് താമസിച്ചു. ചക്രവർത്തിമാർ കിരീടമണിഞ്ഞു. സാമ്രാജ്യത്തിലെ പ്രധാന തിരുനാളുകൾ ആഘോഷിക്കപ്പെട്ടു. ആയിരക്കണക്കിന് വിശ്വാസികൾ അവിടെ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. ദേവാലയത്തിലെ ഗാനങ്ങളും ധൂപസുഗന്ധവും സ്വർണ്ണ മൊസൈക്കുകളിൽ പ്രതിഫലിച്ച പ്രകാശവും ചേർന്ന് സ്വർഗീയ അനുഭവം സൃഷ്ടിച്ചിരുന്നുവെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ചരിത്ര രേഖകൾ പ്രകാരം ഏകദേശം 80ഓളം പുരോഹിതന്മാർ, 150 ശമാശന്മാർ, 40 ശമാശിനികൾ, 60 സബ് ഡീക്കന്മാർ, 160 വായനക്കാർ, 25 ഗായകർ, 75 വാതിൽ കാവൽക്കാർ ഉൾപ്പെടെ 600ഓളം പേരാണ് അനുദിന തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനായി ഹാഗിയ സോഫിയ ദേവാലയത്തിൽ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്നത്. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആത്മീയ ജീവിതത്തിൽ ഹാഗിയ സോഫിയയ്ക്ക് ഉണ്ടായിരുന്ന സ്വാധീനത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ കണക്കുകൾ. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ഒരു ബൈസന്റൈൻ ദേവാലയം എന്ന നിലയിൽ ഹാഗിയ സോഫിയയിൽ നടന്നിരുന്ന ആരാധനാക്രമങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഗംഭീരവും ആത്മീയ സാന്ദ്രത ഏറിയതുമായിരുന്നു. സമകാലിക ചരിത്രകാരന്മാരുടെ കുറിപ്പുകളിൽ നിന്നും അന്നത്തെ സഭാരേഖകളിൽ നിന്നും ലഭിക്കുന്ന ബൈസന്റൈൻ ആരാധനാക്രമത്തിന്റെ ഏറ്റവും ആത്മീയമായ മുഹൂർത്തമായിരുന്നു ദിവ്യപ്രവേശം അഥവാ ഗ്രേറ്റ് എൻട്രൻസ്. അപ്പവും വീഞ്ഞും വലിയ പ്രദക്ഷിണമായി അൾത്താരയിലേക്ക് കൊണ്ടുവരുന്ന ഈ സമയത്ത് 600ഓളം വരുന്ന ശുശ്രൂഷകൾ ഒന്നടങ്കം അണിനിരക്കുമായിരുന്നു. 100ലധികം ശമാശന്മാർ വലിയ പ്രകാശമുള്ള മെഴുകുതിരികളും സുഗന്ധപൂരിതമായ ധൂപക്കുറ്റികളും ഏന്തി അൾത്താരയ്ക്ക് മുന്നിലായി നിൽക്കും. ഈ ധൂപക്കുറ്റികളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ മണികളുടെ നാദം ദേവാലയത്തിലാകെ മുഴങ്ങുമായിരുന്നു. ഗായക സംഘം കെരൂബുകളുടെ ഗീതം ആലപിക്കുന്ന ഈ സമയം സ്വർഗത്തിലെ മാലാഖമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതിന് തുല്യമായാണ് വിശ്വാസികൾ കണക്കാക്കിയിരുന്നത്. ചരിത്രകാരനായ പ്രോകോപ്പിയസ് രേഖപ്പെടുത്തുന്നത് സൂര്യൻ പുറത്തുനിന്നല്ല ഈ ആലയത്തെ പ്രകാശിപ്പിക്കുന്നത്, മറിച്ച് പ്രകാശം ഈ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് ജനിക്കുന്നത് എന്നായിരുന്നു.
ആയിരക്കണക്കിന് വിളക്കുകളും മെഴുകുതിരികളും വെങ്കല ചങ്ങലകളിൽ മുകളിൽ നിന്ന് തൂക്കിയിട്ടിരുന്നു. ഹാഗിയ സോഫിയയിൽ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. പൂർണ്ണമായും മനുഷ്യ ശബ്ദത്തിൽ മാത്രമുള്ള ബൈസന്റൈൻ സംഗീതമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്ന് ചില ചരിത്രരേഖകളിൽ പറയുന്നുണ്ട്. ഇവിടുത്തെ 25 പ്രശസ്ത ഗായകർക്ക് പുറമെ അക്കാത്തിസ്റ്റ് പോലുള്ള വലിയ പ്രാർത്ഥനകളിൽ 10,000-കണക്കിന് വരുന്ന ജനക്കൂട്ടം മുഴുവൻ ഒരേ സ്വരത്തിൽ മറുപടി പാട്ടുകൾ പാടുമായിരുന്നു. ആ കാലത്തെ വിദേശ സഞ്ചാരികൾ രേഖപ്പെടുത്തിയത് ഇവിടുത്തെ ശബ്ദക്രമീകരണം എത്രത്തോളം എന്നാൽ പുരോഹിതന്മാർ അൾത്താരയിൽ രഹസ്യമായി ചൊല്ലുന്ന പ്രാർത്ഥനകളുടെ നേർത്ത മന്ത്രണം പോലും ആ ഭീമാകാരമായ ഹാളിലെവിടെയും വ്യക്തമായി കേൾക്കാമായിരുന്നു എന്നാണ്. തിരുക്കർമ്മങ്ങളുടെ സമയത്ത് വലിയ തോതിൽ ധൂപം പുകയ്ക്കുമായിരുന്നു. ആരാധന അതിൻ്റെ പരകോടിയിൽ എത്തുമ്പോൾ താഴികക്കുടത്തിന് താഴെ ധൂപപ്പുകയുടെ ഒരു വലിയ മേഘപടലം രൂപപ്പെടുമായിരുന്നു. ഈ പുകമറയ്ക്കുള്ളിലേക്ക് പുരോഹിതന്മാർ മറയുമ്പോൾ സീനായി മലയിൽ മോശ ദൈവത്തെ കണ്ടുമുട്ടിയ മേഘാവൃതമായ ആത്മീയ അനുഭവമാണ് വിശ്വാസികൾക്ക് തോന്നിയിരുന്നതെന്ന് സെന്റ് സൈമൺ ഓഫ് തെസ്സലോനിക്ക പോലുള്ളവരുടെ കൃതികളിൽ വിവരിക്കുന്നുണ്ട്. 600ഓളം വരുന്ന ആത്മീയ ശുശ്രൂഷകരുടെ സാന്നിധ്യം ഈ ദേവാലയത്തെ ഒരു പ്രാർത്ഥന നഗരമാക്കി മാറ്റിയിരുന്നു. പുരോഹിതന്മാരുടെ പ്രാർത്ഥനകളും ശമാശന്മാരുടെയും ശമാശിനികളുടെയും അർപ്പണബോധവും സബ് ഡീക്കന്മാരുടെയും വായനക്കാരുടെയും ശുഷ്കാന്തിയും ഇവിടെ ഒരു ദിവ്യമായ താളം സൃഷ്ടിച്ചിരുന്നു. ഗായക സംഘത്തിൻ്റെ സ്വരമാധുര്യം ആ വലിയ താഴികക്കുടങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ചപ്പോൾ അത് കേൾവിക്കാരിൽ ഭൗതിക ലോകം മറന്നുള്ള ഒരു ആത്മീയ അനുഭൂതിയാണ് ഉണർത്തിയത്. ഓരോ വാതിൽ കാവൽക്കാരനും കാവൽ നിന്നത് വെറുമൊരു കെട്ടിടത്തിനല്ല, മറിച്ച് ദൈവ സാന്നിധ്യം വസിക്കുന്ന പരിശുദ്ധമായ ആലയത്തിനായിരുന്നു. ഭൂമിയിലെ സ്വർഗമെന്ന് ചരിത്രം വിശേഷിപ്പിച്ച ഒരിടം. വെറുമൊരു ചെങ്കലിൻ്റെയും മാർബിളിൻ്റെയും നിർമ്മിതിയല്ല ഹാഗിയ സോഫിയ, മറിച്ച് നൂറ്റാണ്ടുകളോളം മാനവരാശിയുടെ പ്രാർത്ഥനകളും കണ്ണീരും ദൈവസ്തുതികളും അലിഞ്ഞു ചേർന്ന ഒരു മഹാവിസ്മയമാണ്. ഇവിടെ നടന്ന തിരുക്കർമ്മങ്ങൾ കേവലം ചടങ്ങുകളായിരുന്നില്ല, അവ സ്വർഗീയ ആരാധനയുടെ ഭൂമിയിലെ പ്രതിഫലനങ്ങളായിരുന്നു. സാമ്രാജ്യത്വത്തിൻ്റെ അധികാര ഗർവോടെ എത്തിയ ചക്രവർത്തിമാർ പോലും ഈ അൾത്താരയ്ക്ക് മുന്നിൽ തങ്ങളുടെ കിരീടങ്ങൾ അഴിച്ചുവെച്ച് പ്രണമിക്കുന്ന ചക്രവർത്തിമാരുടെ കിരീടധാരണ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചതിലൂടെ ഭൗതിക അധികാരത്തിന് മുകളിലാണ് ആത്മീയതയുടെ സ്ഥാനമെന്ന് ഹാഗിയ സോഫിയ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. മാറ്റിവെക്കാനാകാത്ത ആത്മീയ തലസ്ഥാനമായി, ബൈസന്റൈൻ സാമ്രാജ്യത്തിൻ്റെ ആത്മീയ ഹൃദയമിടിപ്പായി ഹാഗിയ സോഫിയ നിലകൊണ്ടു. ഓരോ പ്രഭാതത്തിലും സന്ധ്യയിലും അവിടെ ഉയർന്ന ധൂപവർഗത്തിൻ്റെ സുഗന്ധം പ്രപഞ്ചനാഥനിലേക്കുള്ള വിശ്വാസികളുടെ ആത്മാവിൻ്റെ പ്രയാണമായിരുന്നു. യുഗങ്ങൾ കഴിഞ്ഞിട്ടും ആ ചുവരുകളിൽ ഇന്നും ക്രിസ്തീയ പ്രാർത്ഥനകളുടെയും ഭക്തിയുടെയും ഒരു അദൃശ്യവലയം അവശേഷിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. 1000 വർഷത്തോളം ഹാഗിയ സോഫിയ കിഴക്കൻ ക്രൈസ്തവ ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രിയാർക്കീസ് ഇവിടെ നിന്നാണ് സഭയെ നയിച്ചിരുന്നത്. ഒരു പുതിയ ചക്രവർത്തി അധികാരമേറ്റാൽ അദ്ദേഹത്തിന്റെ നിയമസാധുതയുടെ ഏറ്റവും വലിയ അടയാളം ഹാഗിയ സോഫിയയിൽ നടന്ന കിരീടധാരണമായിരുന്നു. സാമ്രാജ്യത്തിന്റെ ആത്മീയ തലസ്ഥാനം, രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങുകൾ നടന്ന സ്ഥലം, വിജയങ്ങളുടെ നന്ദി പ്രാർത്ഥനകൾ ഉയർന്ന സ്ഥലം, പരാജയങ്ങളുടെ കണ്ണീർ വീണ സ്ഥലം. ജനനവും മരണവും സന്തോഷവും ദുഃഖവും പ്രതീക്ഷയും നിരാശയും എല്ലാത്തിനും സാക്ഷിയായി ക്രൈസ്തവ ലോകത്തിന്റെ അഭിമാനമായി ക്രിസ്തീയ സംസ്കാരത്തിന്റെ മഹത്വ പ്രഖ്യാപനമായി ഹാഗിയ സോഫിയ നിലകൊണ്ടു നൂറ്റാണ്ടുകളോളം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജാക്കന്മാരും സ്ഥാനപതികളും സഞ്ചാരികളും കോൺസ്റ്റാന്റിനോപ്പിളിലെത്തി മടങ്ങിയത് ഒരു വാർത്തയുമായിട്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും മഹത്തായ ദേവാലയം കോൺസ്റ്റാന്റിനോപ്പിളിലാണ്. ഹാഗിയ സോഫിയ ഒരു ആരാധനാലയം മാത്രമായിരുന്നില്ല, അത് സാമ്രാജ്യത്തിന്റെ രാഷ്ട്രീയ ശക്തിയുടെ പ്രകടനമായിരുന്നു. കോൺസ്റ്റാന്റിനോപ്പിളിലെത്തുന്ന വിദേശ ദൂതന്മാരും രാജാക്കന്മാരും ആദ്യം കാണാൻ ആഗ്രഹിച്ച കെട്ടിടം ഹാഗിയ സോഫിയ ആയിരുന്നു. അതിന്റെ മഹത്വം കാണുമ്പോൾ ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ സമ്പത്തും ശക്തിയും അവർ തിരിച്ചറിഞ്ഞു. 10ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കീവൻ റൂസിലെ പേഗൻ ഭരണാധികാരി ജൂതമതം, ഇസ്ലാം മതം, റോമൻ ഓർത്തഡോക്സ് ക്രിസ്തുമതം എന്നിവയെക്കുറിച്ച് പഠിക്കുവാനായി തന്റെ ദൂതന്മാരെ അയൽ രാജ്യങ്ങളിലേക്ക് അയച്ചു. അവർ കോൺസ്റ്റാന്റിനോപ്പിളിലും എത്തി. ഹാഗിയ സോഫിയ സന്ദർശിച്ച ശേഷം അദ്ദേഹത്തിന്റെ ദൂതന്മാർ മടങ്ങിയെത്തി ഇങ്ങനെ പറഞ്ഞതായി ചരിത്രത്തിൽ പറയുന്നുണ്ട്: അവർ തങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി.
ഞങ്ങൾ സ്വർഗത്തിലാണോ അതോ ഭൂമിയിലാണോ എന്ന് പോലും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വാസ്തുവിദ്യ വിസ്മയമായിരുന്നു അവരുടെ മുമ്പിൽ ഉയർന്നു നിന്നത്. വെറുമൊരു ദേവാലയം മാത്രമല്ല, മനുഷ്യബുദ്ധിയുടെയും ആ കാലഘട്ടത്തിലെ സാങ്കേതിക മികവിന്റെയും കലാ സൗന്ദര്യത്തിന്റെയും സമന്വയമായിരുന്നു ഹാഗിയ സോഫിയ. ആ കാലഘട്ടത്തിലെ യാത്രികരും ചരിത്രകാരന്മാരും ഹാഗിയ സോഫിയയെ കുറിച്ച് എഴുതുമ്പോൾ ഒരു കാര്യം ആവർത്തിച്ചു: ഇത് ഭൂമിയിൽ നിൽക്കുന്ന ഒരു കെട്ടിടമല്ല, ആകാശത്തിൽ നിന്ന് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെയാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത് എന്ന്. ഹാഗിയ സോഫിയയുടെ വിസ്തൃതമായ കമാനം അഥവാ ഡോം സ്വർഗത്തിൽ നിന്ന് സ്വർണ്ണച്ചരടിൽ തൂക്കിയിട്ടിരിക്കുകയാണ് എന്ന് ആ കാലഘട്ടത്തിലെ ക്രൈസ്തവ വിശ്വാസികൾ വിശ്വസിച്ചിരുന്നു. ഹാഗിയ സോഫിയയുടെ ഏറ്റവും വലിയ സവിശേഷത ആയിരുന്നു അതിന്റെ ഭീമാകാരമായ ഡോം. ഒരു ഡോംഡ് ബസിലിക്ക ശൈലിയുടെ വിസ്മയമാണ് ഹാഗിയ സോഫിയ. 100 ചതുരശ്ര മീറ്റർ അടിത്തറയുള്ള 4 കൂറ്റൻ തൂണുകളാണ് ഇതിന്റെ ഭാരം താങ്ങുന്നത്. 4 വശത്തു നിന്നും ഉയരുന്ന കമാനങ്ങൾക്ക് മുകളിലായി വായുവിൽ ഒഴുകി നടക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന ആ കൂറ്റൻ മകുടം സ്ഥിതി ചെയ്തിരുന്നു. ഈ മകുടത്തിന് ചുറ്റുമുള്ള 40 ജനാലകളിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്ക് അരിച്ചെത്തുമ്പോൾ അകത്തളത്തിൽ അനന്തമായ ഒരു പ്രപഞ്ചം വിരിയുകയായി. 77 മീറ്റർ നീളവും 79 മീറ്റർ വീതിയുമുള്ള ഈ മഹാ അത്ഭുതത്തിന്റെ മകുടം തറയിൽ നിന്നും 62 മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. തൂണുകളെല്ലാം വശങ്ങളിലേക്ക് ഒതുക്കി നിർത്തിയുള്ള ഈ ബുദ്ധിപരമായ രൂപകൽപ്പന കാരണം മേൽക്കൂര ആകാശത്ത് തങ്ങി നിൽക്കുകയാണ് എന്ന തോന്നൽ ഏതൊരു മനുഷ്യനിലും ഇത് ഉണർത്തും. ഏകദേശം 31 മീറ്റർ വ്യാസവും 55 മീറ്ററിലധികം ഉയരവുമുള്ള ഈ ഡോം ആദ്യ നൂറ്റാണ്ടുകളിലെ എഞ്ചിനീയറിംഗ് ലോകത്തെ വിസ്മയിപ്പിച്ച നേട്ടമായിരുന്നു. അതിനു മുമ്പ് ഇത്രയും വലിയ ഡോം നിർമ്മിക്കാൻ മനുഷ്യർക്ക് കഴിഞ്ഞിരുന്നില്ല. നിരവധി തീർത്ഥാടകർ അതിനെ ദൈവിക അത്ഭുതമായി വിശേഷിപ്പിച്ചു. ഹാഗിയ സോഫിയയെ ലോക വാസ്തുവിദ്യയുടെ ചരിത്രത്തിൽ അനശ്വരമാക്കിയത് മറ്റൊരു കാരണത്താലാണ്. പെൻഡന്റീവ് എന്ന സങ്കീർണമായ വാസ്തുശില്പ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മഹത്തായ ഉദാഹരണമാണ് ഇത്. ഒരു ചതുരശ്ര ആകൃതിയിലുള്ള കെട്ടിടത്തിന് മുകളിൽ വൃത്താകൃതിയിലുള്ള മഹാഗോപുരം സുരക്ഷിതമായി സ്ഥാപിക്കുവാൻ ഈ സാങ്കേതിക വിദ്യ സഹായിച്ചു. പിന്നീട് ലോകമെമ്പാടുമുള്ള ദേവാലയങ്ങളും മസ്ജിദുകളും കൊട്ടാരങ്ങളും ഈ മാതൃക പിന്തുടർന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തി ഹാഗിയ സോഫിയയെ സാമ്രാജ്യത്തിന്റെ മഹത്വത്തിന്റെ പ്രതീകമാക്കാനാണ് ആഗ്രഹിച്ചത്. അതിനാൽ ഈജിപ്റ്റ്, ഗ്രീസ്, അനറ്റോളിയ, സിറിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള മാർബിളുകളും കല്ലുകളും ഇവിടെ എത്തിച്ചു. ഇന്ന് പോലും കെട്ടിടത്തിന്റെ അകത്തളങ്ങളിൽ വിവിധ നിറങ്ങളിലുള്ള മാർബിളുകളുടെ അതുല്യമായ സൗന്ദര്യം നമുക്ക് ഹാഗിയ സോഫിയയിൽ കാണാൻ സാധിക്കും. ഹാഗിയ സോഫിയയുടെ ഓരോ തൂണും ഓരോ ഭിത്തിയും ഒരു കലാസൃഷ്ടിയാണ്. ഹാഗിയ സോഫിയയുടെ ഉൾഭാഗം അലങ്കരിച്ചത് ലോകപ്രശസ്തമായ ബൈസന്റൈൻ മൊസൈക്കുകളാണ്. ചെറിയ സ്വർണ്ണ കഷ്ണങ്ങളും വർണ്ണാഭമായ കല്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കലാസൃഷ്ടികൾ സൂര്യപ്രകാശത്തിൽ തിളങ്ങുമ്പോൾ മുഴുവൻ ദേവാലയവും സ്വർണ്ണപ്രകാശത്തിൽ മുങ്ങുന്നത് പോലെ തോന്നിയിരുന്നു. യേശുക്രിസ്തു, പരിശുദ്ധ കന്യകാമറിയം, മാലാഖമാർ, വിശുദ്ധന്മാർ, ചക്രവർത്തിമാർ തുടങ്ങിയവരുടെ രൂപങ്ങൾ ഈ മൊസൈക്കുകളിൽ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ചില മൊസൈക്കുകൾ നശിച്ചു പോയെങ്കിലും പലതും ഇന്ന് നിലനിൽക്കുന്നുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ ബൈസന്റൈൻ ചരിത്രകാരനായ പ്രോകോപ്പിയസിന്റെ രേഖകൾ പ്രകാരം ജസ്റ്റീനിയൻ ചക്രവർത്തി ഹാഗിയ സോഫിയയുടെ നിർമ്മാണത്തിനായി മാത്രം ഏകദേശം 3,20,000 പൗണ്ട് സ്വർണമാണ് ഉപയോഗിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ചരിത്ര രേഖകളിൽ ഇത് 20,000 പൗണ്ട് തങ്കം എന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ നാണയമായ സോളിഡസ് കണക്കാക്കിയാൽ ഇത് ഏതാണ്ട് 23 ദശലക്ഷം സ്വർണ്ണ നാണയങ്ങൾക്ക് തുല്യമാണ്. നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്വർണത്തിന്റെ ഇന്നത്തെ വിപണി വില മാത്രം കണക്കാക്കിയാൽ അത് ഏകദേശം 40 മുതൽ 50 കോടി അമേരിക്കൻ ഡോളർ വരും. എന്നാൽ വെറും സ്വർണ്ണവില മാത്രമല്ല ഒരു കെട്ടിടത്തിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. ആ കാലഘട്ടത്തിൽ സാമ്രാജ്യത്തിന്റെ ആകെ വരുമാനത്തിന്റെ സിംഹഭാഗവും 10,000-കണക്കിന് തൊഴിലാളികളുടെ 5 വർഷത്തെ അധ്വാനവും ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് എത്തിച്ച അമൂല്യ വസ്തുക്കളും ഇതിനായി ഉപയോഗിച്ചു. ഇന്നത്തെ കാലത്ത് ഇത്രയും ഭീമാകാരമായ ഒരു സുവർണ ദേവാലയം അതേ ഗുണനിലവാരമുള്ള അപൂർവ മാർബിളുകളും കോടിക്കണക്കിന് സ്വർണ്ണ മൊസൈക്കുകളും ഉപയോഗിച്ച് പുനഃസൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ആധുനിക മൂല്യം കുറഞ്ഞത് ഏകദേശം 1.5 ബില്യൺ ഡോളർ മുതൽ 3 ബില്യൺ ഡോളർ വരെ വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് ഒരു ഏകദേശ കണക്ക് മാത്രമാണ്. ചുരുക്കത്തിൽ അന്നത്തെ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തെ സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയിലേക്ക് വരെ നയിച്ചേക്കാവുന്ന
ഇത്രയും ഭീമമായ ഒരു തുകയാണ് ജസ്റ്റീനിയൻ ചക്രവർത്തി തന്റെ സ്വപ്ന പദ്ധതിക്കായി ചിലവഴിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ചരിത്രത്തിൽ ഇതിനെ വിലമതിക്കാനാവാത്ത വിസ്മയമെന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഈ മഹത്തായ കെട്ടിടത്തെ പ്രകൃതി പലതവണ പരീക്ഷിച്ചിട്ടുണ്ട്. 558 ശക്തമായ ഭൂകമ്പത്തിൽ മഹാഗോപുരത്തിന്റെ ഒരു വലിയ ഭാഗം തകർന്നു വീണു. അത് ബൈസന്റൈൻ ലോകത്തെ ഞെട്ടിച്ചു. എന്നാൽ ചക്രവർത്തി ഉടൻ തന്നെ അതിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു. ഇസിഡോറിന്റെ അനന്തരവനായ ഇസിഡോർ ഭയങ്കർ കൂടുതൽ ഉയരത്തിലും ശക്തമായ ഡിസൈനിലും പുനർനിർമ്മിച്ചു. അടുത്ത നൂറ്റാണ്ടുകളിലും നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായെങ്കിലും ഓരോ തവണയും ഹാഗിയ സോഫിയയെ പുനരുദ്ധരിക്കുവാൻ ഭരണാധികാരികൾ പ്രത്യേകം ശ്രദ്ധിച്ചു. എന്നാൽ ഭൂകമ്പത്തെക്കാൾ വലിയൊരു ദുരന്തം ഹാഗിയ സോഫിയയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ ദുരന്തം എന്തായിരുന്നുവെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.